കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 55-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത് വാക്യം. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ കൃത്യമായ ഒരു ദൈവിക സന്ദേശം നിങ്ങളുമായിട്ട് ഈ വാക്യത്തിലൂടെ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്ന സമയത്ത് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്തോത്രം. എണ്ണിക്കൂടാതെ വണ്ണമുള്ള ശത്രുക്കളും പ്രതിസന്ധികളുമൊക്കെ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനർത്ഥങ്ങൾ അസംഖ്യമാണെന്ന് പറയുന്നുണ്ട്. അല്ല സ്തോത്രം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും എന്ന് പറയുന്ന മേഖലകളുണ്ട്. ഇങ്ങനെ എണ്ണിക്കൂടാത്ത വണ്ണം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മാനുഷിക ശത്രുക്കളൊക്കെ എതിരെ വന്ന സമയത്ത് ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് പറയുന്ന ഒരു കാര്യമാണ്, എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ സ്തോത്രം ആരും എന്നോട് അടുക്കാതെ വണ്ണം. അപ്പോൾ 1000-ങ്ങളോ 10,000-ങ്ങളോ ലക്ഷങ്ങളോ നമുക്കെതിരെ വന്നാലും, ഒന്നുകൂടെ ഞാൻ ഇച്ചിരി ആഴത്തിൽ പറഞ്ഞാൽ, ഒരു ലോകം മുഴുവൻ നമുക്ക് എതിരായി വന്നാലും ഞാൻ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഇസ്രായേലിൻ്റെ രാജാവായ ഹിസ്കിയാവ് ഒരിക്കൽ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഒരു യുദ്ധം നേരിട്ടപ്പോൾ സൻഹേരിബും രബ്ഷേക്കയുമായിട്ടൊക്കെ ഉള്ള യുദ്ധം നേരിടുന്ന സമയത്ത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോട് ഹിസ്കിയ പറഞ്ഞൊരു വാചകമുണ്ട്, അവരോട് കൂടെയുള്ളത് മാംസഭുജമാണ്, എന്നാൽ നമ്മോട് കൂടെയുള്ളത് യുദ്ധങ്ങളെ നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കൈയാണ് നമ്മോട് കൂടെയുള്ളത് എന്ന് പറഞ്ഞ ഹിസ്കിയാവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. നമുക്കെതിരെ ശത്രുക്കളോ മാനുഷിക ശത്രുക്കളോ പൈശാചിക മണ്ഡലങ്ങളോ വെല്ലുവിളികളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നിനു പിറകെ ഒന്നായി നമുക്കെതിരെ കയറി വന്നാലും നമ്മൾ ഭയപ്പെടരുത്. ഇതൊന്നും നമ്മളെ അടുക്കത്തില്ലെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം എന്നാണ് പറയുന്നത്. തൊടുകയില്ലെന്ന് മാത്രമല്ല, അടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് അടിമുതുകത്തെ ഭേദിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ ചെങ്കടലിനോട് അടുക്കുന്ന സമയങ്ങളിൽ സ്തോത്രമല്ലേ ഒരു രാത്രി മുഴുവനും മിസ്രൈമിനും അവൻ്റെ സൈന്യവും ഒരുപോലെ ശക്തിയോടെ ശ്രമിച്ചിട്ട് ഇവരെ തൊടുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. കാര്യം പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേലിൻ്റെ പിറകിലായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടവന്നു. ഒരു രാത്രി മുഴുവനും ഫറവോനും അവൻ്റെ സൈന്യവും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഇസ്രായേലിനെ തൊടുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, സ്തോത്രം, തൊടുവാനല്ല അടുക്കാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കൾ നമുക്കെതിരെ പൊന്തി വന്നാൽ, പ്രയാസങ്ങൾ നമുക്കെതിരെ കടന്നു വന്നാൽ പലപ്പോഴും നമ്മളെ മനസ്സിനെ ക്ലേശത്തിലാക്കാം. നമ്മൾ സാങ്കേതികത്വങ്ങളിലേക്ക് വഴിമാറുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഭാരപ്പെടേണ്ട. ഇവയൊന്നും നമ്മളോട് അടുക്കത്തില്ല. കാര്യം ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കൾ അനേകരായിരിക്കുക, പ്രതിസന്ധികൾ കർത്താവെ എന്നെ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധം ആയിരിക്കെ അതിൻ്റെ നടുവിൽ നിന്ന് അവിടെ ഞങ്ങളെ രക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറും. രോഗികളെ സൗഖ്യമാക്കണം. മനസ്സമാധാനത്തെ ദൈവം നൽകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരവും കൃപയും മഹത്വവും ചലിക്കപ്പെടുവാൻ ദൈവം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.